നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില ഇരുട്ടുകൾ വന്നേക്കാം. മനസ്സിനെ മടുപ്പിക്കുന്ന നിരാശയുടെ ചില ഇരുട്ടുകൾ നമ്മെ തളർത്തിയെന്നും വരാം. ഇങ്ങനെയുള്ള അപ്രതീക്ഷിത സാഹചര്യത്തിൽ നിരാശ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അതിൻ്റെ കാരണം ആ ഇരുട്ടിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതീക്ഷയുടെ വെളിച്ചം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ജീവിതത്തിൽ ഇരുളിലൂടെ കടന്നു പോകാത്തവർ കാണില്ല. അപ്പോഴാണ് ദൈവിക അനുഗ്രഹത്തിൻ്റെ വെളിച്ചം നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിരാശയുടെയോ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുടെയോ ഇരുട്ട് നമ്മെ മടുപ്പിക്കുവാൻ നാം ഇടയാക്കരുത്. കൂരിരുളിൻ്റെ അർദ്ധരാത്രിയിൽ ഒരു വലിയ വെളിച്ചം നമുക്കായി ഉദിച്ചുയരും എന്ന് ഉറപ്പിക്കുക. റേഡിയത്തിൻ്റെ ഉപജ്ഞാതാക്കളായ മാഡം ക്യൂറിയും പിയറി ക്യൂറിയും തങ്ങളുടെ പരീക്ഷണ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത്. പട്ടിണി അകറ്റാനും പരീക്ഷണത്തിനുമുള്ള വസ്തുക്കൾ വാങ്ങുവാനും വളരെ കഷ്ടപ്പെട്ട കൂലിപ്പണിക്ക് വരെ അവർ പോയിട്ടുണ്ട്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പീച്ച് ബ്ലെൻഡ് എന്ന അസംസ്കൃത വസ്തു തങ്ങളുടെ പരീക്ഷണശാലയിൽ എത്തിച്ച് അത് ശുദ്ധി ചെയ്യുന്ന പരീക്ഷണങ്ങളായിരുന്നു കൂടുതലും അവർ നടത്തിയത്. പലപ്പോഴായി ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും അവർ ഉദ്ദേശിച്ച പുതിയ മൂലകത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാനായില്ല. ഒരു ദിവസം പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കേണ്ടതായും വന്നു. കാരണം അവർ കരുതിയിരുന്ന അസംസ്കൃത വസ്തു ഏതാണ്ട് തീർന്നു പോയി. ബാക്കി ശേഷിച്ച ദ്രാവകവും ആവിയായി തീർന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ രണ്ടുപേരും കണ്ണുനീരോടെയാണ് ഉറങ്ങുവാൻ കിടന്നത്. പക്ഷേ ഇരുവർക്കും ഉറങ്ങുവാൻ സാധിച്ചില്ല. അപ്പോഴതാ രാത്രിയുടെ ഏതോ യാമത്തിൽ ആ പരീക്ഷണശാല മുഴുവനും വെള്ളി വെളിച്ചത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റു. വർഷങ്ങളായി അവർ ഗവേഷണം നടത്തിയിരുന്ന റേഡിയം എന്ന മൂലകത്തിൻ്റെ വെളിച്ചമായിരുന്നു അത്. അവർ രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം അനുഗ്രഹമായി വരും നിശ്ചയം. കാർമേഘത്തിനുള്ളിലും മിന്നുന്ന ഒരു ശോഭയെ ഉളവാക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ പ്രതീക്ഷകളിൽ നമ്മെ കാത്തു സൂക്ഷിക്കും. ഇരുളേറിയ അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തെ തകിടം മറിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരു വെളിച്ചം ഹൃദയത്തിൽ അയക്കും. അതൊരു പുതുവഴിയായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ മാറ്റും. തളരാതെ വീണ്ടും നമുക്ക് മുന്നേറാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് അപ്രതീക്ഷ സംഭവങ്ങളും നമ്മെ ഒന്നുകൂടി നന്നാക്കി കർത്താവിൽ അനുഗ്രഹമാക്കുവാൻ ഇടയാക്കും. വിശ്വസിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ബലപ്പെടുത്തും. ആമേൻ.